സന്തുഷ്ട ഭാര്യയോ ഭർത്തോ, സന്തുഷ്ടയായ ഭാര്യയും ഭർത്താവും, സ്നേഹമുള്ള ഭർത്താവും ഭാര്യയും, യസ്മിന്ദേവ കുലേ നിത്യം, അതിലൂടെ അവരുടെ കുലം വളരാൻ പോവുകയാണ്. കല്യാണം തത്ര വൈദ്രവം, കല്യാണം ഒരു വലിയ സംഭവമാണ്. വിവാഹം കഴിക്കുന്നത് സ്നേഹവും സമാധാനവും ഉണ്ടാകാനാണെന്ന് ഭഗവത്ഗീത. കല്യാണം കഴിക്കുന്ന എന്തിനാണ്? സമാധാനത്തിന് വേണ്ടിയാണ്. പെണ്ണുങ്ങൾ പറയും പൊന്നുസ്താദെ അന്ന് തീർന്ന സമാധാനമാണ്, എന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ അടുത്തൊരു ദിവസം വാതിന് പോയപ്പോൾ ലോകാവസാനത്തിൽ ദജ്ജാല് വരുന്ന കഥ പറഞ്ഞു. ദജ്ജാല് വരും, ദജ്ജാലിന്റെ ഭയങ്കര ഉപദ്രവമാണ്. അങ്ങനെ ദജ്ജാലിന്റെ ശിക്ഷയിൽ നിന്ന്, ദജ്ജാൽ എപ്പോഴെങ്കിലും വന്നാൽ വീട്ടിൽ കയറി വന്നാൽ ദജ്ജാലിന്റെ ശിക്ഷയിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ദിക്റും പറഞ്ഞു കൊടുത്തു. സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ മതി. അതോ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, പൊന്നുസ്താദെ 7 മണി കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ദജ്ജാല് കയറി വരും, ആ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ദിക്ർ വല്ലതും ഉണ്ട്, അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതോടുകൂടി അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മണിയറ ബന്ധം തുടങ്ങുമ്പോ അല്ലാഹു പറയുന്നു, ഫലമ്മാ തഗസ്സാഹാ حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ആ ദമ്പതികൾ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു ചെല്ലുകയാണ്, അവരവരുടെ ജീവിതം തുടങ്ങുകയാണ്. ഫലമ്മാ തഗസ്സാഹാ, അവൻ അവളെ പൊതിഞ്ഞു കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോ ഹമലത്ത് ഹംലന ഖഫീഫാ, ആ പെണ്ണതാ ലഘുവായ ഗർഭധാരിണിയായി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക, ഇത്രയേറെ വ്യക്തമായിട്ട് മക്കളെ പരിപാലിക്കുന്ന ഒരു ഗ്രന്ഥം പറയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർ രണ്ടുപേരും നമ്മൾ കടപ്പുറയിലോട്ട് കടന്നു പോയപ്പോ ഹമലത്ത് ഹംലന ഖഫീഫാ, നിന്റെ ഭാര്യ ലഘുവായ ഗർഭധാരണിയായി മാറി. രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഹമലത്ത് ഹംലൻ ഖഫീഫ, അവൾ ഗർഭധാരിണിയായി. അപ്പൊ അവൾ എന്ത് ചെയ്യണം? സാധാരണ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സന്തോഷ വാർത്ത ആദ്യം അറിയുന്നത് ആരാ അറിയുന്നത്? മനോരമ ന്യൂസ്. നമ്മുടെ ഭാര്യ എന്നറിയാമാണ്, കൈരളി ഏഷ്യാനെറ്റ് വേണം, അല്ലല്ലോ. നമ്മുടെ ഭാര്യ ഗർഭിണിയാണ്, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന് ആദ്യം അറിയുന്നത് ആരാണ്? ഭർത്താവ് അറിയണ അവളല്ലേ അറിയണത്? ആദ്യം അവക്ക് മനസ്സിലാകും, അൽഹംദുലില്ലാഹ് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പോവാൻ എന്ന് ഒരു ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഇത് ഞാൻ പറയുന്നല്ല, ഖുർആൻ മാത്രമാണ്. സൂറത്തുൽ അറാഫ് നിങ്ങൾ കേട്ടോളി. എന്ത് ചെയ്യണം? ഇത് അള്ളാഹു കൃത്യമായിട്ട് വഴി പറഞ്ഞു. ഇൻഷാല്ലാഹ് അവസാനം വരെ പറയാം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. എന്ത് ചെയ്യണം? ഒരു സ്ത്രീ അറിഞ്ഞു എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് ആദ്യം അതിന്റെ അടയാളം അറിയുന്നവരാണ്. അറിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? സാധാരണ പെണ്ണുങ്ങൾ നേരെ ഫോൺ എടുത്തിട്ട് ഉമ്മാനെ വിളിക്കും. ഉമ്മ പിന്നെ ഒരു വിശേഷം പറയാം. സാധാരണ അവരുമായിട്ട് ഉമ്മയുമായിട്ടാണല്ലോ ബന്ധം ചെറുപ്പത്തില്. അതുകൊണ്ട് സാധാരണ ഒരു പെണ്ണ് ആരെ വിളിക്കും? ഉമ്മയെ വിളിക്കും. അള്ളാഹ് പറയുന്നു ആദ്യം വിളിക്കേണ്ടത് ആരെയാണ്? അള്ളാഹു പറഞ്ഞു ആദ്യം വിളിക്കേണ്ടത് ആരെയാ? ഖുർആനാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് കേട്ടിട്ടില്ലേ? അള്ളാഹ് പറയണ ആരെയാ ആദ്യം വിളിക്കണം? പറയുകയാണ്, ആ ഭാര്യ ആ സന്തോഷ വാർത്തയുമായി തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് പോകണം. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ആ ഭർത്താവിന്റെ അടുക്കൽ അവൾ ആ സന്തോഷ വാർത്ത പറയണമത്രേ. ആരോട് പറയണം? ഭർത്താവിന്. ഇതൊന്നും ഞാൻ പറയണല്ല, അള്ളാന്റെ ഖുർആനാണ്. നിങ്ങൾ പറയുക ഇതൊക്കെയാണ് പറയണത്. അള്ളാഹ് പറയണത് ആദ്യം ആരോട് എന്ന് പറയണം? ഭർത്താവിനോട് ചെന്ന് ആ സന്തോഷ വാർത്ത പറയണം. അതാണ് ദാമ്പത്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ദൃഢത. ഭർത്താവിനോട് ഫലമ്മാ തഗസ്സാഹ, സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താന്ന് പറയാൻ? നിങ്ങൾക്ക് മനസ്സിലായില്ല.
ഈ കാര്യം എന്താന്ന് പറയാൻ മനുഷ്യനെ ഇടങ്ങേറാക്കാതെ പിന്നെ ഈ 3-4 പിന്നെ സൂചിയും പറയണ കേട്ട അപ്പഴേ മനസ്സിലാക്കിക്കോണം എന്തോ ഉണ്ട്. അപ്പൊ പയ്യം താഴോട്ടൊക്കെ കുനിഞ്ഞൊക്കെ ഇരിക്കും. എന്തുവാ കാര്യം? ഹമലത്തെ ഹംലൻ ഖഫീഫ്, അള്ള പറയുന്നു ലഘുവായ ഗർഭധാരണം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രാരംഭഘട്ടം. അപ്പൊ ഒരു പെണ്ണിന് പെട്ടെന്ന് ഭർത്താവിനോട് തുറന്ന് പറയാൻ, കാരണം കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടുണ്ടാവില്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവൾ പറയും പിന്നെ നിങ്ങൾ ഇന്ന് വേങ്ങോടോ പോത്തക്കോടോ ഒക്കെ പോകണമെങ്കിൽ ഒരു 2 കിലോ പുളിമാങ്ങ മേടിച്ചോണ്ട് വരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു സന്തോഷ വാർത്തയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം? ഭാര്യ വന്ന് ഭർത്താവിനോട് ഇതാ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത പറഞ്ഞാൽ എന്ത് പറയണം? അവര് രണ്ടുപേരും കൂടി പറയണം അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു തലമുറയുടെ അവകാശിയെ തരുകയാണ്. എത്രയോ ആളുകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് നീ സന്താനങ്ങളെ കൊടുത്തില്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സന്താനങ്ങളെ തന്നു. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്. അവര് ഭാര്യയും ഭർത്താവും കൂടി അല്ലാഹുവിനെ സ്തുതി പറയണം. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്നു, വിഷയം വിശാലമാണ്, ചുരുക്കട്ടെ. അല്ലാഹ് പറയുകയാണ് ഫലമ്മാ അഫ്തലത്, ആ ഗർഭധാരണം ഉറപ്പായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ സ്ത്രീ 4 മാസം ഗർഭിണിയായി. അപ്പോഴാണല്ലോ അല്ലാഹു ആ കുഞ്ഞിന് റൂഹിനെ ഊതുക. അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. ആ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് റൂഹൂതുമ്പോ ആ സമയത്ത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കൈയും കാലും അനക്കാൻ തുടങ്ങും. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്നവരെ ചെയ്തു കൊള്ളണേ. അല്ലാഹു പറയുകയാണ്, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് അനങ്ങാൻ തുടങ്ങുമ്പോ അത് 4-ാം മാസത്തിലാണ് അനക്കം നിൽക്കുന്നത്. ആ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ലാഹു പറയുകയാണ് ദഅവല്ലാഹ റബ്ബഹുമാ, മാതാപിതാക്കൾ രണ്ടും കൂടി അല്ലാഹുവിനോട് ആ സമയത്ത് ദുആ ചെയ്യണം. അല്ലാഹു പറയുന്നു 4 മാസം എത്തിക്കഴിഞ്ഞാൽ ദഅവല്ലാഹ റബ്ബഹുമാ, അല്ലാഹുവോട് നിങ്ങൾ ദുആ ചെയ്യണേ. രണ്ടുപേരും കൂടി ഒന്നിച്ച് ദുആ ചെയ്യണം. എന്തെന്ന് ദുആ ചെയ്യണം? പ്രസവിക്കണതിന് മുമ്പ് 4 മാസമായി. 4 മാസമാകുമ്പോ എന്ത് ചെയ്യണം? രണ്ടുപേരും കൂടെ ദുആ ചെയ്യണം. എന്തോന്ന് ദുആ ചെയ്യണം? ഉമ്മ പറയും എനിക്ക് പെങ്കൊച്ചു മതി, വാപ്പ പറയും എനിക്ക് ആങ്കൊച്ചു മതി. ഉമ്മ പറയും എനിക്ക്, വാപ്പ പറയും പിന്നെ ഇടയ്ക്കെങ്ങാനും വൈകുന്നേരം ഒന്ന് കടയിലൊക്കെ ഇരുത്തിയിട്ട് വരണമെങ്കിൽ പെങ്കൊച്ചിന് ഇരുത്തിയിട്ട് വരാൻ പറ്റുമോ? തിരിച്ചു പോകുമ്പോൾ പെങ്കൊച്ചും കാണൂല, കടയും കാണൂല. അതുകൊണ്ട് എനിക്ക് കടയിലൊക്കെ വല്ലപ്പോഴും എടുപ്പിച്ച് വരണമെങ്കിൽ ഒരു ആങ്കൊച്ചു മതി. ഉമ്മ പറഞ്ഞാൽ അതൊന്നും വേണ്ട, എനിക്ക് വയസ്സായി കഴിയുമ്പോൾ മടലൊടിഞ്ഞ് എവിടെയെങ്കിലും കട്ടിലേക്ക് കിടക്കുമ്പോൾ അത് ചൂടുവെള്ളം തരണമെങ്കിൽ ഒരു പെങ്കൊച്ചുണ്ടേ പറ്റുള്ളൂ. ഉമ്മാക്ക് ആഗ്രഹം പെങ്കൊച്ച്, വാപ്പാക്ക് ആഗ്രഹം ആങ്കൊച്ച്. അള്ളാഹിനോട് എന്ത് ചോദിക്കണം? പെൺകുട്ടി വേണോന്ന് പറയണോ അതോ ആൺകുട്ടി വേണോന്ന് ദുആ ചെയ്യണോ? എന്തെന്നാ ദുആ ചെയ്യണ്ടേ? സാധാരണ നമുക്കെല്ലാം ആഗ്രഹം ആൺകുട്ടികളാവണമെന്നാണ്, അല്ലേ? ആ മക്കൾ മതി എന്നാണ്. കാരണം സ്ത്രീധനം ഉണ്ടാക്കണ്ട. കാരണം ഒരു പെങ്കച്ചുണ്ടായാൽ പിന്നെ അന്ന് മുതൽ കണ്ണുനീരാണ്. പണ്ടൊക്കെ ഈ അച്ചാറുമായിട്ടൊരു ആൾട്ടോ ഒക്കെ കൊടുത്താൽ മതി. ഇപ്പൊ പാണ്ടിലോറിയാ ചോദിക്കണം 12-10 SC അച്ചാരം. പണ്ടൊക്കെ അച്ചാറുമായിട്ട് ആദ്യം ബൈക്കായിരുന്നു, പിന്നെ അത് മാറിയിട്ട് ആൾട്ടോ ആയി. ആൾട്ടോ മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ നമ്മുടെ ടാറ്റ ഇൻഡിഗോയാണ്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ അച്ചാരം ചെയ്ത് 12-10 SCയുടെ ലോറി അച്ചാരം. ഇനിയിപ്പോ കുറെ കൂടെ കഴിയുമ്പോ ഒരു ട്രെയിൻ മേടിച്ചു തരാൻ പോലെ അച്ചാറുമായിട്ട്. ഇന്ന് രാവിലെ ഒരു പിതാവിന്റെ അടുക്കൽ വന്നു, മോളെ കെട്ടിക്കാൻ വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുത്തു. നമ്പരിൽ വേറൊരുത്തം വിളിച്ചു. എന്തൊക്കെ വേണം? അത് ഒരു കാറും പിന്നെ ഒരു 2 ലക്ഷം രൂപ അച്ചാരവും, 10 ലക്ഷം രൂപ അച്ചാരവും ഒരു കാറും വേണം. അതിനും അദ്ദേഹം ചോദിച്ചു സ്ത്രീധനം. ഇതെനിക്കുള്ളൂ, നിങ്ങൾ കൊച്ചിന് കൊടുക്കാനുള്ള കൊടുത്തോളാം. പെൺകുട്ടിയുടെ വാപ്പ ചോദിച്ചു അപ്പൊ സ്ത്രീധനം ഒന്നും വേണ്ടേ? അത് നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണേലും കൊടുത്തോളി, ഇത് എനിക്ക് തട്ടാനുള്ള ഇതും കാണുന്നേക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും നമ്മൾ അള്ളാഹിനോട് എന്ത് ചോദിക്കണം? ആണ് വേണോന്ന് ദുആ ചെയ്യണോ പെണ്ണ് വേണോന്ന് ദുആ ചെയ്യണോ? നമുക്ക് ആഗ്രഹം ആണ് വേണമെന്നാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആണ് വേണമെന്നും ചോദിക്കരുത്, പെണ്ണ് വേണമെന്നും ചോദിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവോട് നിങ്ങൾ എന്ത് ദുആ ചെയ്യണമെന്നറിയുമോ? അല്ലാഹുവേ 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 ലഇൻ അതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ, ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല, ലഇൻ അതൈതനാ സാലിഹാ, അല്ലാഹുവേ ഒരു സാലിഹായ കുഞ്ഞിനെ തരണയല്ല. പടച്ചവനെ, നിനക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമസ്കാരമുള്ള നോമ്പുള്ള അല്ലാഹുവേ, നാളെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചാൽ ദുആ ചെയ്യുന്ന പടച്ചവനെ, ഞങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു സാലിഹായ കുഞ്ഞിനെ തരണയല്ല. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, അള്ളാന്റെ ഖുർആൻ മക്കളെ കുറിച്ച് പറയുമ്പോ ആദ്യമായി നമ്മോട് പറയുന്നതെന്താ? മാതാപിതാക്കള് 4-ാം മാസം മുതലേ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങണം. അവൻ ജനിച്ചതിന് ശേഷമല്ല, അവന് 10 വയസ്സായതിന് ശേഷമല്ല, അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴല്ല ദുആ ചെയ്യേണ്ടത്. മക്കളെ പോട്ട് വളർത്തുന്ന മാതാപിതാക്കള്, അല്ലാഹു പറയുകയാണ്, 4 മാസമാകുമ്പോ അവന്റെ ശരീരത്തിലേക്ക് റൂഹൂതുന്ന സമയമാകുമ്പോ, അവന്റെ കാലനങ്ങാൻ തുടങ്ങുമ്പോ, കണ്ണിമ വെട്ടാൻ തുടങ്ങുമ്പോൾ മുതൽ മാതാപിതാക്കള് നിരന്തരമായി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. മക്കളുടെ ദുസ്വഭാവം ഒത്തിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് മാതാപിതാക്കളുടെ ദുആയാണ്.